അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട്. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പ്രമുഖ മന്ത്രി സഞ്ജീവ് അറോറയെ ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വെറുമൊരു അറസ്റ്റല്ല ഇത്. 100 കോടി രൂപയുടെ വമ്പൻ GST വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും സംബന്ധിച്ച കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസിയുടെ ഈ നീക്കം. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായി അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടിക്ക് സഞ്ജീവ് അറോറയുടെ അറസ്റ്റ് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ ആരംഭിച്ച 8 മണിക്കൂർ നീണ്ട മാരത്തൺ റെയ്ഡിനും ചോദ്യം ചെയ്യലിനും ഒടുവിലാണ് മന്ത്രിയെ ഇഡി കസ്റ്റഡിയിലെടുത്തത്. ലുധിയാന വെസ്റ്റിൽ നിന്നുള്ള MLA-യും പഞ്ചാബ് മന്ത്രിസഭയിലെ ശക്തനുമായ സഞ്ജീവ് അറോറയുടെ വീട്ടിലും ഓഫീസിലും ഒരേ സമയം പരിശോധനകൾ നടന്നു. ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലായി 5 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. മൊബൈൽ ഫോൺ വ്യാപാരത്തിന്റെയും കയറ്റുമതിയുടെയും മറവിൽ 100 കോടിയിലധികം രൂപയുടെ GST തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. വ്യാജ ബില്ലുകൾ നിർമ്മിച്ച് സർക്കാർ ഖജനാവിനെ വെട്ടിച്ചും ദുബായ് വഴി പണം തിരിച്ചെത്തിച്ച് കള്ളപ്പണം വെളുപ്പിച്ചും മന്ത്രി വലിയ സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയെന്ന് ഇഡി വ്യക്തമാക്കുന്നു. സഞ്ജീവ് അറോറയുമായി ബന്ധപ്പെട്ട ഹാംപ്ടൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഇടപാടുകളും അന്വേഷണ പരിധിയിലാണ്. ഇതാദ്യമായിട്ടല്ല സഞ്ജീവ് അറോറ ഇഡിയുടെ നിഴലിലാകുന്നത്. കഴിഞ്ഞ മാസം ഏപ്രിൽ 17-ന് വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നിരുന്നു. അന്ന് ലഭിച്ച നിർണായക രേഖകളുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ്. അന്വേഷണത്തോട് മന്ത്രി ഒട്ടും സഹകരിച്ചില്ലെന്നും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്നും ഇഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഏജൻസിയുടെ തീരുമാനം. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പതിവ് വാദവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. BJP കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പാർട്ടികളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നത്. പക്ഷേ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഇതിനെ രാഷ്ട്രീയ ആയുധമായിട്ടാണ് കാണുന്നത്. എന്നാൽ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയതിന്റെ രേഖകൾ നിരത്തിയാണ് ഇഡി ഈ വാദങ്ങളെ പ്രതിരോധിക്കുന്നത്. അഴിമതി നടന്നുവെന്ന് വ്യക്തമാകുന്ന വ്യാജ GST ബില്ലുകളും അനധികൃത പണമിടപാടുകളും ഒക്കെ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിക്കും. പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഈ അറസ്റ്റ് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അഴിമതി തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി തന്നെ കോടികളുടെ വെട്ടിപ്പിൽ കുടുങ്ങിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവും. 100 കോടിയുടെ ഈ വമ്പൻ തട്ടിപ്പിന് പിന്നിലെ മുഴുവൻ സ്രാവുകളെയും പിടികൂടാനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബിസിനസ് ഡെസ്കിന്റെ മരണം.